നമ്മളൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടാൽ പലരും അടുപ്പത്തിന്റെ പേരിലുള്ള വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്താ ഇപ്പം അങ്ങനെ എഴുതിയിട്ടത്, എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്, എങ്ങനെയൊക്കെ ചോദിക്കും. പലപ്പോഴും നമ്മൾ എഴുതിയിടുന്നത് നമ്മുടെ മാത്രമൊന്നും ആവില്ല, നമ്മൾ കേട്ട, നമ്മൾ കണ്ട, നമ്മൾ പരിചയപ്പെടുന്ന, നമ്മുടെ ചുറ്റുപാടും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളോട് അടുപ്പം ഒരുപാടുള്ള, സ്നേഹം ഒരുപാടുള്ളതിൻ്റെ പേരിൽ പലരും കരുതും നമുക്ക് എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടായിരിക്കും സ്റ്റാറ്റസ് അങ്ങനെ പോകുന്നത്. ഇപ്പം അങ്ങനെയാണല്ലോ അല്ലേ, സ്റ്റാറ്റസ് നോക്കിയാണ് ആളുകളുടെ മാനസികാവസ്ഥ. നിങ്ങളൊക്കെ സ്റ്റാറ്റസ് നോക്കാറില്ലേ, അതോ ഞാനാണോ നോക്കുന്നത്? നോക്കാറില്ലേ? ഉവ്വ്. അപ്പോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ഇമോഷണൽ ബ്ലോക്കിംഗ് എവിടെയോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു വിഷമിപ്പിക്കുന്ന തരം ആരോ ഒന്ന് പെരുമാറിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ ആവാറുണ്ട് കേട്ടോ. നമ്മുടെ ഇമോഷണൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. പക്ഷെ അതിനപ്പുറത്ത് ചിലത് നമുക്ക് ഇഷ്ടമാവും, ചിലത് നമ്മൾ പറയാൻ വിചാരിച്ച പല കാര്യങ്ങളാവും. അതൊരു ടെലിപ്പതിയാണ്. ഞാൻ പറയാൻ വിചാരിച്ച പല കാര്യങ്ങളും നേരത്തെ ഷിഹാബ് സാർ ഇവിടെ പറഞ്ഞു, അതേപോലെ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ അതേപോലെ ചിലപ്പോൾ ഞങ്ങളുടെ സംസാര ശൈലിക്ക് വ്യത്യാസം